നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, വോയിസ് ഓഫ് ജസ്റ്റിസിൻ്റെ ചെയർ. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകൾ. നമ്മുടെ ലോകം പോക്കി മൊബൈൽ ഫോൺ വാങ്ങിയതിൻ്റെ പേരിൽ പാർട്ടി നടത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 16 വയസ്സുള്ള പയ്യനെ കൂട്ടുകാരെല്ലാം കുത്തിക്കൊന്നു. ഇന്നലെ പെരുമ്പാവൂരിൽ മദ്യക്കട എന്ന് പറഞ്ഞാൽ ബാറല്ല, മറ്റേ ബീവറേജ് കോർപ്പറേഷൻ മിൽക്ക് സ്ഥലം, അവിടെ വെച്ച് രണ്ടുപേരോട് വരുത്താൻ തല്ലിക്കൊന്നു. കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് മരോട്ടിച്ചോടിൽ ഇടപ്പള്ളിയിൽ തല്ലിക്കൊന്നു. ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്, നമ്മുടെ ലോകത്തിൻ്റെ പോക്ക്. പേജർ മുഖേന നൂറുകൾക്ക് ആൾക്കാരെ അംഗവൈല്യമാക്കുന്നു, മൃതപ്രായമാക്കുന്നു, മരിക്കുന്നു. പരമാവധി ആളെ കൊന്നതിന് ശേഷം അത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വർഗത്തെ മനുഷ്യജന്മം, മനുഷ്യൻ എന്നിങ്ങനെ പറയും. എനിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവന് ഒരുപോലെയല്ലേ? ഒരു ജീവനുള്ളൂ. ഒരു ഉറുമനെ പോലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. കാരണം നമ്മൾ ഇത്ര അധംപതിച്ചു പോലും നമ്മൾ ഇനി മനുഷ്യർ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അഴീക്കോട് രാഘു എന്നൊരു സഖാവ്, അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനമാണ്. പണ്ട് തമാശ പറയും, ഒരു കാമുകി പറയും ആരുടെ അടുത്ത്, കാമുകരോട്, എൻ്റെ അച്ഛൻ മഹാറൗഡിയാണ്, അതുകൊണ്ട് നിൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തോട്ട് വരലിട്ട് പറഞ്ഞു. അങ്ങനെ പേടിച്ചു വെച്ച് ഈ പയ്യൻ അതിൽ പോകല്ല. ഒരു ദിവസം സന്ദർഭവശാൽ അത് കയറിയപ്പോൾ ഒരാൾ ചുമച്ച് കൊരിച്ച് വീട്ടുമുറ്റത്ത് ഇങ്ങനെ വെയിൽ കാണിച്ചിരിക്കുന്നു. അത് ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതെൻ്റെ അച്ഛനാന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇത്രയും കാലം പറഞ്ഞു അച്ഛൻ വലിയ റൗഡിയാണ്, കേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെറും ക്ഷയരോഗിയാണല്ലോ, അതൊരു ബലത്തിന് വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാൻ കാരണം, ഈ അഴീക്കോട് രാഘവൻ സഖാവ് കണ്ടമാനം പൈസ ഉണ്ടാക്കി അവിടുത്തെ കണ്ണൂർ ഭാഗത്തെ ബസ് സർവീസ് പുള്ളിയുടെയാണ്. അങ്ങനെ വലിയ ഊതി വീർപ്പിച്ച സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു ശത്രുക്കൾ. ശവമായിട്ട് അല്ലെങ്കിൽ മൃതദേഹമായിട്ട് വീട്ടിൽ ചെന്നപ്പോഴും ഒരു ചെറിയ ഓടിറ്റ കുടിയിൽ അദ്ദേഹമൊക്കെ പാർട്ടിക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചാണ്. തട്ടിൽ എസ്റ്റേറ്റ് എന്നിപ്പോൾ മണ്ണുത്തി കാർഷിക കോളേജിന് വേണ്ടി എടുത്തേ അതിൻ്റെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കണ്ട് അത് നവാബ് രാജേന്ദ്രൻ്റെ കയ്യിലായിരുന്നു. അവസാനം അത് മെഴുകി എന്ന് പറഞ്ഞിട്ട് ജയറാം പടിക്കലേക്ക് പോലീസുകാർ വന്നൊക്കെ ചെയ്ത് ഉപദ്രവം കണക്കില്ലല്ലോ. ശവ പേക്കോലമാക്കില്ലേ, അതുകൊണ്ട് ആൾ മരിച്ചു പോയില്ലോ. അതിൻ്റെയൊക്കെ ആൾക്കാർ ആരായിരുന്നു? അവരെല്ലാം ഈ ജയറാം പടിക്കൽ പോലും അവസാനം ക്യാൻസർ രോഗം വന്ന് കിഡ്നിയായിട്ട് കംപ്ലൈൻറ്റ് വന്ന് നരകിച്ചാണ് മരിച്ചത്. അന്നത്തെ പറയുന്ന ആൾ മുഖ്യമന്ത്രി കരുണാകരജിയാണ്. കരുണാകരജി പുത്രവാത്സല്യം അല്ലെങ്കിൽ പുത്രദുഃഖം കൊണ്ടൊക്കെ മറ്റേ കേസിലേക്ക് വന്ന് നാറിയാണ് മരിച്ചത്. എൻ്റെ പൊന്ന്, ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ, ഭരണാധികാരികളെ, പിന്നെ പവർഫുള്ള നേതാക്കളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എല്ലാവർക്കും ഒരു അന്ത്യം ഉണ്ടാകും. ആ അന്ത്യം ഭയാനകമാകാതിരിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിരീശ്വരവാദികളാണെങ്കിൽ അവർ പ്രവൃത്തിയിൽ കഠിനമായി ചെയ്യാതിരിക്കുക. ഓക്കെ, അതാണ് കമ്മ്യൂണിസ്റ്റ്. അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ്, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊന്ന് താരതമ്യം പണ്ട് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എറണാകുളം റെസ്റ്റ് ഹൗസിൽ വന്നു. 70-75 കാലഘട്ടത്തിലാണ്, 80 മുമ്പാണ്. അദ്ദേഹത്തെ കാണാൻ പിന്നെ പത്രപ്രവർത്തകർ വന്നു. അപ്പോൾ അദ്ദേഹം ആ ഹാളിൽ കൂടി നടക്കാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാണ് ഇദ്ദേഹം വന്നത്. വന്നപ്പോൾ അദ്ദേഹം ചോദിച്ച്, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനിത് ഉലാത്ത് എന്നാൽ അങ്ങോട്ട് നടന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ദേഷ്യം കാണും, ഇവരെന്ത് ധിക്കാരിയാണ്. അതുകൊണ്ടല്ല, എൻ്റെ കമീസ് ഹിന്ദിയിൽ ഉറുദുവിൽ പറഞ്ഞാൽ ഉടുപ്പ്, കുപ്പായം വേറെ ഇല്ല, ഒരെണ്ണമുള്ളൂ. അത് കഴിയിട്ട് ഉടങ്ങാൻ കിട്ടുന്ന സമയമാണ് എടുത്തത്, അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ്. അതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ പറ്റും. അങ്ങനെ പരിപ്പൂടിയും കട്ടിച്ചായ ഉണ്ടാക്കാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ പറയുന്നത്. ഇത് ഞാൻ പറയും, ഇന്നലെ നമ്മൾ സഖാവിൻ്റെ ചില കാര്യങ്ങൾ വിമർശിച്ചപ്പോഴേ
അല്ലെങ്കിൽ ഒന്ന് രണ്ട് കോളിൽ നിന്ന് ചിലരെ നിങ്ങളിപ്പോൾ എന്താണ് NDAയുടെ ഘടകകക്ഷിയായിട്ടാണോ പിന്നെ നിങ്ങളിപ്പോൾ സഖാവിനെ വിമർശിക്കുന്നത്? അതൊന്നുമല്ല, സഖാവിൻ്റെ പ്രവൃത്തി മോശമായിട്ട് തന്നെയാണ്. സഖാവിനെയാണ് പറഞ്ഞത്, അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് ധീര യോദ്ധാക്കൾ, സഖാക്കൾ, DYFക്കാർ, പിന്നെ SFIക്കാർ, പക്ക കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ, അവരെല്ലാം ഇന്നും ആയിരക്കണക്കിന് 10,000 കേരളത്തിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ പിന്നെ ഈ ഇത്രയെങ്കിലൊക്കെ നടക്കുന്നത്. പക്ഷെ അതിൽ ചില പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ ചില വരേണ്യ വർഗങ്ങൾ അവർക്ക് ആസ്വദിക്കണം എന്നല്ലാതെ എന്ത് ചെയ്താലും വെള്ളം ആസ്വദിക്കും, സ്ഥാനം വേണമില്ല. ആ സ്ഥാനമാനങ്ങൾ മോഹിക്കുന്ന ചില കോമരങ്ങളെയാണ് നമ്മൾ കുറ്റപ്പെടുന്നത്. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെയൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ആവശ്യമാണ്. അതുപോലെ ഞങ്ങൾ പറഞ്ഞത് കോൺഗ്രസും ആവശ്യമാണ്, BJPയും ആവശ്യമാണ്. അതാണ് BJP ഭരിക്കുന്നത്. അത് ചെയ്യുന്ന നമ്മുടെ പ്രശ്നങ്ങളെല്ലാം, നമ്മളെ തീരുമാനങ്ങളെല്ലാം പ്രശ്നാധിഷ്ഠിതമായിരിക്കും. അത് BJP ആയതുകൊണ്ട്, RSS ആയതുകൊണ്ടോ, കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടോ, കോൺഗ്രസ് ആയതുകൊണ്ടോ അങ്ങനെയല്ല. പറയുന്നതിൽ ആശയം, ആദർശം, ന്യായത്തിലുണ്ട്. അത് നമ്മൾ അംഗീകരിക്കും. അത് ആര് പറഞ്ഞാലും. അതാണ് നമ്മുടെ പോളിസി. അതാണ് ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അല്ലാതെ സഖാവിയുടെ പ്രത്യേക വെറുപ്പോൾ ഈ സഖാവ് ഞങ്ങളിതിനെ എത്രയോ പുകഴ്ത്തി പറഞ്ഞേക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്തസ്സോട് പറഞ്ഞ ഞങ്ങൾ അഭിമാനത്തിൽ പറഞ്ഞല്ലോ. എവിടെയാണെന്ന് പറഞ്ഞത്? മാറാട് കലാപത്ത് വന്നപ്പോൾ കുഞ്ഞാക്കാനെ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ആൻ്റണി പറഞ്ഞപ്പോൾ അന്നും നമ്മുടെ ചെന്നപ്പോൾ സഖാവ് പറഞ്ഞു മാറിക്കണമെന്ന് പറഞ്ഞ് 2 മുസ്ലിം സഖാക്കളെ കൂടെ കൊണ്ടു ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അഭിമാനത്തിൽ പറഞ്ഞാണ്. പക്ഷേ ഇപ്പോഴത്തെ കുറേ കാലമായിട്ടുള്ള പ്രവൃത്തികൾ ചില വീഴ്ച എവിടെയും പറ്റുന്നത്, അതൊന്നും തിരുത്തണമെന്ന് പറയുന്നുള്ളൂ, അതൊന്നും പറഞ്ഞില്ല. ഓക്കെ. അതുപോലെ നമ്മുടെ സിനിമാ മേഖലയിൽ ഇന്നലെ മധുസാറിൻ്റെ 91ാമത് ജന്മദിനമായിരുന്നു. അതായത് പറയുമ്പോൾ ഇഷ്ടപ്പെടരുത്, തൊപ്പി പോയ പോലീസുകാരൻ, പെൻഷൻ പോലീസുകാരനും റിട്ടയർഡ് വന്ന കലാകാരന്മാർക്കൊന്നും പിന്നെ ഒരു ചാൻസും ഇല്ല, ഒരു വിലയുണ്ടാവില്ല. പക്ഷെ അവർ അപ്പോൾ പ്രേരണസ് ആ കത്തി ഞങ്ങൾ സമയത്ത് പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജയൻ മനസ്സിൽ കിടക്കുകയാണ്. അങ്ങനെയൊന്നും വരാതെ അദ്ദേഹത്തിന് ദൈവം ആയുസ് നീട്ടി കൊടുത്ത് നിൽക്കുകയാണ്. പാവ മനുഷ്യ, ഒരു കുഴപ്പമില്ല. പിന്നെ അന്നൊരു ബുദ്ധി ഉണ്ടായത്, നസീർ വന്ന് വട്ടം കയറി എന്ന് സിനിമയിൽ ഏതൊന്നാലും പുള്ളി ഓർഡർ എടുക്കും. അപ്പം മധുവിനെ പോലുള്ളവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. അപ്പോൾ പല ഗുണമുണ്ടെങ്കിൽ ചില ദൂഷ്യങ്ങളുമുണ്ട്. അപ്പോൾ നസീറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഓക്കെ, സമ്മതിച്ചു, ഞങ്ങൾ സമ്മതിക്കാം. പക്ഷെ ചില ദൂഷ്യ അഭിപ്രായത്തിൽ പുള്ളി എല്ലാം ഓർഡർ എടുക്കും, 24 മണിക്കൂർ ഉറക്കം ഒഴിച്ച് എടുക്കും. ആർക്ക് വേണ്ടി? അവസാനം മയ്യത്ത് അത് കൊണ്ടാൻ കാലത്ത് ചരക്ക് വിമാനത്തിൽ കൊണ്ടുവരുന്നില്ലേ, അല്ലെങ്കിൽ യാത്രാ വിമാനത്തിൻ്റെ ലഗേജ് കൊണ്ടുവരുന്നില്ലേ? അപ്പം അതൊക്കെയാണ് സംഗതി. ബുദ്ധിമോശമാണ് കാണിച്ചത്. മമ്മൂട്ടി സാഹിബിന് അങ്ങനെ വരാതിരിക്കുന്നത് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ പ്രായം കൊണ്ടാണെങ്കിൽ നമ്മുടെ ഫോർട്ടുചിക്കാരൻ ഒരു തോമസ് ബെർലി എന്ന ആളുണ്ട്. അദ്ദേഹം വിദേശത്തൊക്കെ പോയി സിനിമയൊക്കെ പഠിച്ച ഒരാളാണ്. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നല്ല വയസ്സാണ്. മധുവിനേക്കാളൊക്കെ കുറച്ചുകൂടി പ്രായ വ്യത്യാസമുള്ള. അപ്പം അങ്ങനെ വരുമ്പോൾ ബെർലിക്ക് വേണമെങ്കിൽ ഒരു പഴയ ആളെന്ന നിലയിൽ, അല്ലെ സീനിയർ എന്ന നിലയിൽ ഒരു ആദരവൊക്കെ കൊടുക്കാം. ഇതിൽ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഒരുപക്ഷെ ഇന്ത്യയിലെ സ്ഥാപക പ്രസിഡന്റിൽ ഞങ്ങൾ ഈ ബെർലിക്ക് ഞങ്ങളൊരു സ്വീകരണം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡേറ്റും തീരുമാനിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെയൊക്കെ പിന്നെ അഭിപ്രായം വാങ്ങിച്ച് ഉടനെ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്വീകരണം, ഏറ്റവും സീനിയർ മോസ്റ്റ് കലാകാരൻ, സിനിമാ നടൻ എന്ന നിലയിൽ നമ്മൾ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ സ്ഥാപക പ്രസിഡന്റിലും ഇന്ത്യയിലെ ആദ്യത്തെ പ്രസിഡന്റിലും നമ്മളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് അത് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും. ഇപ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് മാത്രം പറയുന്നുള്ളൂ, തീരുമാനങ്ങൾക്ക് പിന്നീടാണ്. അങ്ങനെ അദ്ദേഹത്തെ ഒരിക്കലും നമ്മൾ ആദരവും അനുമോദനം അർപ്പിക്കുകയാണ്. അപ്പോൾ മധുസാറിനോട് വീണ്ടും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്നലെയായിരുന്നു, ജന്മദിനം അദ്ദേഹത്തിന് ഞങ്ങൾ അനുമോദനം ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബെർലിയും കൂടി നമ്മൾ സ്മരിക്കുന്നു. ഓക്കെ. പിന്നെ അടുത്തത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം എന്നല്ല. ഇസ്രായേൽ 2 യുദ്ധങ്ങളല്ല, 2 രാജ്യങ്ങൾ നമ്മൾ യുദ്ധമല്ലല്ലോ. ഇസ്രായേൽ എന്നൊരു തികച്ച് സ്വതന്ത്രമായ ഒരു രാജ്യം ചെറുതാണെങ്കിലും പലസ്തീൻ ഹമാസ് എന്നൊക്കെ ഒരു ഗ്രൂപ്പാണ്. ഹിസ്ബുള്ളയൊക്കെ ഒരു ഗ്രൂപ്പാണ്, മറ്റെല്ലാം ഗ്രൂപ്പാണ്, രാജ്യമല്ല. പക്ഷെ ആ രാജ്യത്തെ ആക്രമിക്കുന്ന ശക്തികൾ ഇസ്രായേൽ മാത്രമല്ല, അത്
ഈ ലോകത്തെ വമ്പന്മാർ എന്ന് പറയുന്ന അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലിയൊക്കെ ചേർന്നുള്ള ഒരു അതിമഹത്തും ബൃഹത്തുമായ ഒരു 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 ശക്തിയാണ്. ആ ശക്തിക്ക് മുമ്പിലാണ് ഹമാസ് വർക്ക് ചെയ്യുന്നതും ആൾക്കാരെ കൊല്ലുന്നതുമൊക്കെ. അപ്പം ഞാൻ നാളെ പറഞ്ഞ ഹമാസിൻ്റെ സൃഷ്ടി ഇസ്രായേലിൻ്റെ കൂടി സപ്പോർട്ട് ഉണ്ടായതായിക്കൊന്ന് ഞങ്ങൾ ഊഹം പറഞ്ഞാൽ 100% തെറ്റല്ല, എന്നാൽ 100% ശരിയല്ല ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ആ ഒക്ടോബർ 7-ാം തീയതിയിലെ കയ്യേറ്റത്തിന് ഹമാസിൻ്റെ ഗ്രൂപ്പിന് ഇത്രയും ഈസി ആയിട്ട് ഇസ്രായേൽ കയറി ഒരു ആക്രമണം നടത്തി ഇത്ര ആളെ കൊല്ലാൻ, ഇത്ര ആളെ പിടിക്കാനൊക്കെ അവിടെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ശൃംഖല തന്നെ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇവൻ മാസ്ക് അദ്ദേഹം കൊടുത്ത 100 ഇലക്ട്രോണിക് വാഹനങ്ങൾ ചെച്ചിനിയെ കൊടുത്തിട്ട് അത് 98ഉം ഓഫ് ചെയ്ത് കളഞ്ഞു, എഞ്ചിൻ വർക്ക് ചെയ്യാത്ത വിധത്തിൽ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇലക്ട്രോണിക്? അങ്ങനെയൊക്കെ സന്നാഹമുണ്ട് എന്ന് പറയുകയും ഇസ്രായേൽ ലോകത്തെ നമ്പർ 1 തെളിയിക്കുകയും ചെയ്തിട്ട് എങ്ങനെ ഈ 9-ാം തീയതി ഹമാസ് ഇത്ര ഈസി ആയിട്ട് കയറി എന്നുള്ളൂ. അവിടെയാണ് ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ അവസരം ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനും പാശ്ചാത്യ ശക്തികൾക്കും ഈ മുസ്ലിം എന്ന് ഞാൻ പറയുന്നില്ല, അറബി നാടുകൾ, പാശ്ചാത്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ സമ്പത്ത് കൊണ്ട് ഒരു പരിധിവരെ അവർ കയറി നിൽക്കുകയാണ്. അതിലൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു പ്രവേശനം അല്ലെങ്കിൽ നിയന്ത്രണം അമേരിക്കയുടെ കീഴിലായിരിക്കണമെന്ന് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയാണ് ഇസ്രായേൽ കൊണ്ട് സ്ഥാപിച്ചെന്നുള്ള ബുദ്ധിയുള്ള ആർക്കറിയാം, ചരിത്രം വെച്ച് ആർക്കറിയാം. ആ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ലോകത്തിന് ബാധ്യത നിൽക്കല്ലേ. അങ്ങനെ ഇസ്രായേൽ ചെയ്ത് ആൾക്കാരെ കൊല്ലുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനത ലോകത്തുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. വളരെ കുറച്ച് പേരുള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. കൂടുതൽ പേരും അത് കണ്ട് മനസ്സ് ഹൃദയരാണ്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇറാനെ പണ്ട് പറഞ്ഞില്ലേ, സദ്ദാമിനോടും സദ്ദാമിൻ്റെ കാലാൾപ്പടി എതിർക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞാണ് അമേരിക്ക അവിടെ കയറിയത്. തന്നെയുമല്ല, അവിടെ രാസായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ്. അവസാനം യുദ്ധം ചെയ്ത് സദ്ദാമിനെ കൊന്നതിന് ശേഷം 10-20 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞല്ലോ ഒന്നും ഉണ്ടായില്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞാൽ അത് ബ്രിട്ടനും പറഞ്ഞു, അമേരിക്കയുടെ എന്താ പ്രശ്നം പറഞ്ഞു. തീ വെട്ടിക്കൊള്ള നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാം നശിപ്പിച്ച് സദ്ദാമിനെ കൊന്നതിന് ശേഷം ഈ വിഡ്ഢികൾ അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാർ പറയാണ് അവിടെ ഒരു രാസായുധം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല, ഞങ്ങൾ തെറ്റുപറ്റിയാണ്. ഇത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്ത് അവിടെ ഒരു രാസായുധം കൊണ്ട് ലോകം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കയറി ഉഴുതു മറിച്ചില്ലേ. അതുപോലെ ഇറാൻ എന്തോ വലിയ ശക്തിയാണ്, എന്തുകൊണ്ടൊക്കെയാണ് പാശ്ചാത്യ ശക്തികളുടെ പത്രം. എന്താ വെച്ചാൽ ശത്രുവിനെ പരമാവധി വലുപ്പത്തിൽ കാണിക്കുക, എങ്കിലും ഇതൊക്കെ രസമുള്ളൂ. പക്ഷെ കാര്യമായിട്ടൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ ഇറാനെ ഇറാൻ നമ്മൾ ഇറാഖിനെയൊക്കെ നശിപ്പിച്ച പോലെ, ലിബിയൊക്കെ നശിപ്പിച്ച പോലെ ഇറാനെ നശിപ്പിച്ച് കഷ്ണങ്ങളാക്കി അത് അമേരിക്കയുടെ ബ്രിട്ടൻ്റെ കീഴിൽ വന്ന, അവരുടെ കീഴിൽ വന്നാൽ ഇസ്രായേലിൻ്റെ കീഴിൽ വരുന്നില്ലാണല്ലോ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കീഴിൽ വന്നാൽ അവരുടെ കീഴിൽ വരുന്നില്ല, അത് അഡ്ജസ്റ്റ്മെൻ്റാണല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഹിസ്ബുള്ളയുടെ കാര്യങ്ങൾക്ക്, ഹിസ്ബുള്ളയൊക്കെ സൃഷ്ടിച്ചത് 1985-ലാണ്, ഹമാസ് 1982-ലാണ്. അത് 85-അല്ല, പക്ഷേ അതിനൊക്കെ മുൻപ് 82-ലാണ് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ലെബനോൺ ആക്രമിച്ചും ദക്ഷിണ ലെബനോൺ കൈവശപ്പെടുത്തും. അത് പിന്നെ അത് അവസാനം അവരൊക്കെ അവിടെ ഓടിച്ച് ഇസ്രായേൽ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇസ്രായേൽ പറയുന്ന അവരുടെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ലെബനോണിൽ കയറി അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിൽ വല്ല സത്യമുണ്ടോ? നിങ്ങളെന്താ ചരിത്രം പഠിക്കുക, ആരാണ് ആദ്യം ലെബനോണിൽ കയറിയതും കൈവശപ്പെടുത്തിയൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോൾ പേജർ ബോംബ് വിട്ട് മലയാളിയാണെന്ന് പറയുന്നു, അതിൻ്റെ കുറച്ച് അന്വേഷണമില്ല. നമ്മൾ ഒരു പരിധി വരെയും എല്ലാം ക്ഷമിച്ചും പുറത്തും മുന്നോട്ട് പോകാൻ ശ്രമിച്ച് വീട്ടുകയും ചെയ്തും സൗഹാർദ്ദം കാണിക്കുമ്പോഴേ അതിൽ ഉൾക്കൊള്ളാതെ അനാവശ്യമായിട്ട് പ്രഷർ ഉണ്ടാക്കുന്ന ചില ശക്തികൾ കാണുന്നത്. നമുക്കവർക്ക് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വിത്തലാവ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ക്രിസ്ത്യൻ ആണെന്നും
അതൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റായിട്ട് വർഷങ്ങളോളം ഭരിച്ചു എന്നും പറയുന്നത്. അങ്ങനെയാണല്ലോ തിരുപ്പതിയിൽ മറ്റേ പന്നിയുടെയും മറ്റേ പശുവിൻ്റെയൊക്കെ കൊഴുപ്പിയത്തെ കേസ് വരുന്നപ്പോൾ ശരി തെറ്റെന്നറിയില്ല, അങ്ങനെ പറയുന്നുണ്ട്. തന്നെയല്ല, അവിടെ തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിൽ ബൈബിൾ പ്രചരണത്തിന് വേണ്ടി ആളെ നിർത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ വർഷങ്ങളോളം തിരുപ്പതി ക്ഷേത്രത്തിലും കൈകാര്യം ചെയ്യുന്നു. പിന്നെ ആന്ധ്രാപ്രദേശൊക്കെ ഭരിച്ച ക്രിസ്ത്യൻ നേതാക്കളാണ് എന്തൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവിടെ ഒരു ചർച്ചയൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായിരുന്നോ? പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ടേ? ചില കോണി ചെയ്യുമ്പോൾ അത് 100% തെറ്റും, ചില കോണി ചെയ്യുമ്പോൾ അത് 1% തെറ്റുമല്ല, 100% ശരിയാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആൾക്കാർ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോകുന്നത്. സഹിക്കാൻ പറ്റാത്ത അല്പബുദ്ധികൾക്കുണ്ടല്ലോ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞങ്ങൾക്ക് തീവ്രവാദത്തിൽ പോകത്തേക്കാൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഞങ്ങൾക്ക് മാനസികമായി ഞങ്ങൾക്ക് വെൽ കേപ്പബിളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ചില ഞരമ്പ് രോഗികൾ അതാണ് അവർ തീവ്രവാദത്തിൽ പോകുന്നത്. അത് രക്ഷപ്പെടില്ല, അത് മണ്ടത്തരാണ്, അത് വേറെ കാര്യം. അപ്പം നമ്മൾ കാര്യങ്ങളായി വീക്ഷിക്കണം, വസ്തുതയെ വീക്ഷിക്കണം. തെറ്റിനെ എല്ലാത്തിനും നമ്മൾ ന്യായീകരിക്കണം, ന്യായീകരിക്കാൻ പാടില്ല. ചില തെറ്റ് ന്യായീകരിക്കുക, ചില തെറ്റ് ന്യായീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി സഖാവ് പറയും പോലെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വിഭാഗങ്ങൾ ആരായിരുന്നാലും എ ഓർ ബി നമുക്കിങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും. നമ്മളൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യൻ മരിച്ചു വീഴുന്നു, അത് കണ്ട് ആസ്വദിക്കുകയും ചിരിക്കുകയും ചത്തു കൊന്നു എന്നുള്ള പ്രയോഗം. നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് മരിച്ച സമയത്ത് നമ്മുടെ സിനിമാ നടൻ ചത്തുകായ് വാക്ക് പറഞ്ഞ പേര് എന്തൊരു കോലാഹലം അവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ആയിരക്കണക്കിന് മനുഷ്യർ കരുതിക്കൂട്ടി അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് രോഗം വന്ന് മരിച്ചാണ്. ഇത് കരുതിക്കൂട്ടി ബോംബിട്ട് കൊല്ലുമ്പോഴേ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാനവ സമൂഹം നമ്മൾ അവരെ അംഗീകരിക്കുന്നത്? വലിയ പ്രയാസങ്ങൾ ഉൾക്കൊള്ളാൻ. ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളിക്കാനും. കാരണം നിങ്ങളിൽ ഞാൻ ഉൾക്കൊള്ളുകയും ഞാൻ എന്നിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ നല്ലവനോ അല്ലെങ്കിൽ വലിയവനോ ആകുന്നത്. ഇത് ചില നേതാക്കൾക്ക് ചില ഉൾക്കൊള്ളാൻ പറ്റില്ല. അവൻ നേതാവല്ല. ഒരു നേതാവാണെങ്കിൽ ഏതാണ്ട് 5 യോഗ്യത ഉണ്ടായിരുന്നു, ക്വാളിഫിക്കേഷൻ മിനിമം. അതെന്താണ്? ഒന്ന് ഹൈലി എഡ്യൂക്കേഷൻ, നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ 10 പേരെ സംഘടിപ്പിക്കാൻ കഴിവ്, വശീകരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ 10 ആളെ സംഘടിപ്പിക്കാൻ കഴിവ്, അല്ലെങ്കിൽ 10 പൈസ പിരിച്ചെടുക്കാനുള്ള കഴിവ്. ലാസ്റ്റ് വൺ, ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശെടുക്കാൻ തയ്യാറാവണം. ഈ 5 ഗുണങ്ങളിൽ 5 ഉണ്ടെങ്കിലാണ് അവൻ സൂപ്പർ ലീഡർ ആവുള്ളൂ. ഈ 5-ൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുക്കാം, 5-ൽ 2 ഗുണത്തിൽ കുറച്ചേലുണ്ടെങ്കിൽ പിടിച്ചെടുക്കാം. ഇത് 5-ൽ ഒന്നുമില്ലാത്ത ഒരു ആളും നേതാവാകില്ല. നിർമ്മിച്ച് വിളിച്ച് കയറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ സിനിമയുടെ നസീറിൻ്റെ മകൻ വന്ന് സിനിമയിൽ വിജയിക്കാൻ പറ്റുമോ? കാരണം അഭിനയത്തിലും ശ്രദ്ധയുണ്ടായില്ല, അങ്ങനെ പിന്നെ അല്പ സ്വല്പമൊക്കെ മദ്യപാനത്തിൽ പെട്ടുപോയില്ലേ. അതുപോലെ ജന്മന കഴിവ് ഉണ്ടെങ്കിൽ ആ കഴിവിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അല്ല ഉന്തി മരം കയറ്റിയ കൈവിട്ട താഴെ പോകുന്ന പറയുന്നത്. ജന്മന കഴിവില്ലാത്ത ഒരാളെ കലാകാരനാക്കി നമ്മൾ വളർത്തിയിട്ടും എത്ര പണം കൊടുത്തും കാര്യമില്ല. അതുപോലെയാണ് ഈ പറഞ്ഞ നേതാവുകൾ. മിനിമം 5 ക്വാളിഫിക്കേഷൻ വേണം. ഓക്കെ, എന്തുകൊട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളത് അറിഞ്ഞ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ മനുഷ്യരിൽ ഒരു മാറ്റം വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, വളരെ വളരെ അത്യാവശ്യം. മനുഷ്യന് കഷ്ടപ്പെടുന്നത് കണ്ട് ഇപ്പോൾ സിനിമയിൽ നായകൻ വില്ലനെ അടിച്ചിപ്പോൾ മോഹൻലാലിലൊക്കെ സിനിമയിലോട്ട് അടിച്ച് അരമണിക്കൂർക്കുള്ള അടിയേറ്റെട് മമ്മൂട്ടിയിലും ഉണ്ട്, അത്രയില്ലാതെ എനിക്ക് തോന്നുന്നത്. അത് കണ്ട് രക്തം ഒഴുകുന്നത് കണ്ട് ആൾക്കാർ കൈകൊട്ടിച്ചിരിക്കുകയാണ്, ആർത്ത് ഉല്ലസിക്കുകയാണ്. കാരണം ദുഷ്ടത്തരത്തെ നന്മ തോൽപ്പിക്കുന്നു, അതാണ് ജനങ്ങൾ കാണുന്ന ബുദ്ധി. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ദുഷ്ടപ്രവൃത്തിയെ നായകൻ അവിടെ നശിപ്പിക്കുന്നു, അതുള്ള ആഘോഷമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ അടി കൊള്ളുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ്. നമ്മളെപ്പോലെ അല്ലെങ്കിൽ നായകനെ പോലെ മനുഷ്യ ജീവനുള്ള മനുഷ്യൻ തന്നെയാണ്, അവരാണ് കഷ്ടപ്പെടുന്നത്. അത് കണ്ട് നമ്മൾ ആസ്വദിക്കുമ്പോഴേ നമ്മുടെ മാനസികാവസ്ഥ എത്ര കണ്ട് മോശമായി, എത്ര കണ്ട് അപക്വമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ശാന്തിയും സമാധാനമാണ് നല്ലത്, അത് മാത്രമേ വിജയിക്കുള്ളൂ. അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് കാണും. നിങ്ങൾക്ക് ഓരായി നന്ദി. ജയ് ഹിന്ദ്.